ஹலோ கைஸ், வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோவில் இதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம திலீப் ஏட்டனோட ஃபுல் காமெடியான இவன் அறியாத ராமன் மூவிலேருந்து பார்த்தீங்கன்னா சீன் 1 இன்னைக்கு வந்து ரியாக்ட் பண்ண போகிறோம். இந்த மூவி வந்து தமிழில் வந்து சந்தனம் வந்து நடிச்சிருக்காரு. அந்த மூவி தான் இது வந்து ரீமேக் பண்ணியிருக்காங்கன்னு சொல்லிட்டு நான் நினைக்கிறேன். ஃபுல்லாகவே வந்து பார்த்தீங்கன்னா காமெடியாக இருக்கும். இது வந்து திலீப் ஏட்டன் பண்ணால் இன்னும் வந்து பார்த்தீங்கன்னா ரொம்பவே வந்து காமெடியாக தான் இருக்கும். நம்ம ஏற்கனவே வந்து நம்ம திலீப் ஏட்டனுக்கு வந்து நிறையா காமெடி சீன்ஸ் வந்து ரியாக்ட் பண்ணியிருக்கோம். இந்த மூவி வந்து எப்படி இருக்கு என்னன்னு சொல்லிட்டு வீடியோக்குள்ள போய் பார்த்துட்டு அதுக்கப்புறம் அதை பற்றி பேசுவோம். இந்த மூவில வந்து நம்ம திலீப் ஏட்டன், அதுக்கப்புறம் வந்து நிக்கி கல்ராணி, இன்னும் வந்து நிறைய பேர் வந்து நடிச்சிருக்காங்க. ஃபுல் காமெடின்னு தான் நினைக்கிறேன். உள்ள போய் பார்த்துட்டு அதுக்கப்புறம் அதை பற்றி பேசுவோம். வீடியோக்குள்ள பார்த்து முன்னாடி இன்னும் நீங்கள் நம்ம சேனல் சப்ஸ்கிரைப் பண்ணலாம், தயவுசெய்து சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம இந்த வீடியோக்கு லைக் பண்ணுங்க. இப்போ வாங்க வீடியோக்குள்ள போகலாம். വടക്കൻ കേരളത്തിലെ അതിർത്തി പ്രദേശത്തെ ഒരു സാങ്കല്പിക ഗ്രാമം. ഒരു ശ്രീരാമ ക്ഷേത്രത്തിന്റെ പേരിൽ പരസ്പരം പോരടിച്ച രണ്ട് അയൽ ഗ്രാമങ്ങളുടെ പ്രതികാരത്തിന്റെ കഥ. ഓം ചാമുണ്ടേശ്വരി നമഃ. ഓം ചാമുണ്ടേശ്വരി നമഃ. ഓം ചാമുണ്ടേശ്വരി നമഃ. ഹലോ വീരഭദ്ര, നിന്റെ അച്ഛനെയും കൂടപ്പിറപ്പുകളെയും വെട്ടിക്കൊന്ന് ജയിലിൽ പോയ ഇന്ദ്രസിംഹൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്ദ്രസിംഹൻ അവൻ ജയിലിൽ നിന്ന് അവൻ ആയുസ്സും ആരോഗ്യവും നൽകി രാവണപുരത്ത് എത്തിക്കാൻ വേണ്ടിയായിരുന്നു കഴിഞ്ഞ കുറെ വർഷങ്ങളായി ചാമുണ്ടിക്ക് എന്റെ രക്തം കൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അവന്റെ രക്തം പുരണ്ട വാളുമായി ഞാൻ ഉടനെ തിരിച്ചു. നമ്മുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും നിങ്ങൾ പോവരുത്, പോവരുത്. നിനക്ക് വേണ്ടിയാണ് ഞാൻ അവനെ മാത്രം ബാക്കി വെച്ചത്. നിന്റെ വീടിന് തീ കൊളുത്തി നിന്റെ ഭാര്യയെ കുഞ്ഞിനെ കത്തിച്ച് ചാമ്പലാക്കി അവനെ തീർക്കാൻ നിനക്ക് മാത്രമാണ് അവകാശം. വീരഭദ്രന്റെ തലയർത്തുവാ ചെല്ല്. ഓ നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം. ഇല്ല, ആശുപത്രി വരെ ഞാൻ എത്തില്ല. എന്റെ കുഞ്ഞിനെ എന്റെ നേർക്കൊന്ന് തിരിച്ചു. അവൻ കാണട്ടെ എന്റെ രക്തം, അവൻ കാണട്ടെ എന്റെ മരണം. എങ്കിലേ അച്ഛനെ കൊന്ന പക അവൻ മരിക്കുമ്പോൾ അവന്റെ നെഞ്ചിലുണ്ടാവും. ഇല്ല, എന്റെ മോനിത് കാണണ്ട, കാണിക്കില്ല ഞാൻ. സുമിത്ര, സുമിത്ര. ആ കുടുംബത്തിൽ ഇനി ഒരു ജീവന്റെ തരി പോലും അവശേഷിക്കരുത്. ദേവകിയുടെ 8ാമത്തെ പുത്രനാണ് കംസന്റെ കാലനായത്. ആ കഥ ഇനി ആവർത്തിക്കരുത്. ഇനി ഒരിക്കൽ പ്രതികാരത്തിന്റെ കണക്കുമായി വീരഭദ്രന്റെ മകൻ രാവണപുരത്ത് എത്തരുത്. ഈ ഭൂലോകത്ത് എവിടെ ഉണ്ടെങ്കിലും തീർത്ത് കളഞ്ഞേക്കണം. ഒന്ന് നിർത്തുന്നുണ്ടോ ഈ പകയും പ്രതികാരവും? ഒരിക്കൽ ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ഇവിടുത്തെ രണ്ട് അയൽ ഗ്രാമങ്ങളാണ് ഒരു അമ്പലത്തിന്റെ അവകാശം പറഞ്ഞ് ശത്രുക്കളായത്. വെട്ടിയും കുത്തിയും കൊന്നും രണ്ട് കുടുംബങ്ങളും നശിച്ചു. ഇനി വേണ്ട. മോനെ നരസിംഹ, അന്നപൂർണേശ്വരി കുടികൊള്ളുന്ന തറവാടായത്. ഈ തറവാടിനുള്ളിൽ മനുഷ്യരക്തം വീണാൽ ഭഗവതി രുദ്രകാളിയായി മാറും, കുലം മുടിക്കും. അത് മറക്കണ്ട. സൂര്യസിംഹ, ചന്ദ്രസിംഹ, എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നിങ്ങളുടെ ഇളയച്ചനെ കൊന്ന വീരഭദ്രന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കൊന്നു കളഞ്ഞേക്കണം. സത്യം ചെയ്യും. अस्सलाम वालेकुम अस्कर भाई।
रामू अभी तक उधर पहुंचा नहीं. माफ कीजिए भाई, वो अभी पहुंचा. രാമു ഇതെവിടെ പോയി കിടക്കുക? അരി എത്തിക്കാത്തതിന്റെ പേരിൽ കടക്കാർക്ക് വിളിച്ച് ചൂടാവുക. മലയാളിയാണെന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ അവനെ ഇവിടെ ജോലിക്ക് വെച്ചത്. സമയത്തിന് സാധനം എത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവനങ്ങ് പറഞ്ഞു വിട്ടേക്ക്. ഒന്ന് പെട്ടെന്ന് ചവിട്ടറേ, നിനക്ക് വേണ്ടി ആൾക്കാർ ഹരിശ്രീ അശോക. അയ്യോ ठीक है. भाई साहब ये लो. अर्जुन तुम लेट आ रहे हो. भाई साहब माफ कीजिए ना, साइकिल पंचर हो गया. ഞാൻ പഞ്ചറായിരുന്നു പച്ചക്കള്ളോളൂ. दूसरे बार ऐसा लेट हो गया तो मुझे तुम्हारा ऑर्डर कैंसिल करना पड़ेगा. हम भाई है ना भाई साहब, छोड़ दो. अभी सुधरेगा नहीं. அந்த சைக்கிளுக்கு வந்து ஹரிஸ்ரீ அசோக் வந்து வாய்ஸ் கொடுத்துருக்காரோ. आज हमको 5 पूरी चाहिए. भाई साहब मेरे साइकिल में 2 बोरी से ज्यादा नहीं आएगा. अरे कौन बोला पूरी साइकिल से लेके आने को? भाई साहब नहीं टेंशन लेने का, अपन बाकी 4 बोरी अभी लेके आओ. फिक्र मत करो, 4 बोरी है ना. അല്ലേ 4 ചാക്ക എനിക്ക് ഇനി ഓടാൻ പറ്റൂല. ഒരു കൊച്ചു കൈ കാണിച്ചിട്ട് നിർത്താണ്ട് പോയാല്. മോളെ വാ. നീ 2 ചാക്കും ഇനി ഈ കൊച്ചിനെ കൂടെ ഞാൻ ചുമക്കലോടെ. சுராஜ். ரைட். ஹரிஸ்ரீ அசோக் சுராஜ். മര്യാദാരാമൻ. ഓക്കേ. കേട്ടോ, ഈ ചക്കര സൈക്കിൾ വെച്ചിട്ട് ഒരു ബൈക്ക് വാങ്ങിച്ചൂടെ? നല്ല വയറിറച്ച് കിട്ടിയല്ലേ, ഇനി ചവിട്ടി. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. तुम लोग मजाक करते हो क्या? साहब सिर्फ 2 घंटे लेट हो गया. कभी भी सामान सप्लाई करना नहीं चाहिए. भाई साहब धत साला. भाई साहब एक प्लेट पूरी भाजी. एक प्लेट. हाँ. भाई साहब माफ कीजिए ना, ऑर्डर कैंसिल. നിനക്കിനി ഇവിടെ പണിയില്ല. എന്റെ കാര്യം എന്താന്ന് താനൊന്നും പറയണ്ട. കേശവട്ടൻ റെക്കമെൻഡ് ചെയ്ത ആളായതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഞാൻ ഇവിടെ പണി തന്നത്. കച്ചവടക്കാർക്കെല്ലാം നിന്നെ കുറിച്ച് പരാതി മാത്രമേ പറയാനുള്ളൂ. എന്ത് വൃത്തിയായിട്ട് സ്വഭാവമല്ല അവരുടെ. ഒരാഴ്ചക്കുള്ളിൽ ഓട്ടോറിക്ഷ വാങ്ങിച്ചോളാന്ന് നീ പറഞ്ഞതല്ലേ? കൊല്ലം 2 കഴിഞ്ഞു. അത് ഈ തുരുമ്പിച്ച സൈക്കിളും കൊണ്ട് ഇനി ഈ പണി പറ്റില്ല. തുരുമ്പ് ഓടിച്ചത് നിനക്കാണ്. ഞാൻ ഹെർക്കുലീസാ, നല്ല പിക്കപ്പാ. ഒരു ഓട്ടോറിക്ഷ വാടകയ്ക്ക് എടുത്താൽ മുതലാവില്ല മുതലാളി. ഒരു ഓട്ടോ മേടിക്കണോ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. വേറെ വർത്താനില്ല. മുതല എന്നെ വെറുതെ തലോടെയൊന്നും വേണ്ട, ഞാൻ സെന്റി അടിച്ച് കരഞ്ഞു പോകും. എന്തായാലും എനിക്കിനി കുറെ നാള് റെസ്റ്റ് എടുക്കാല. നിന്റെ വളർത്തുവന്റെ പണികളും മറ്റും പോയല്ലേ? എന്റെ പണി പോയല്ലേ? അതെങ്ങനെ അറിഞ്ഞു? ഞാൻ രാവിലെ തന്നെ അറിഞ്ഞിരുന്നു.
ഒരു 3 ലക്ഷം രൂപ തികച്ചുണ്ടായിരുന്നെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വാങ്ങായിരുന്നു. 3 ലക്ഷത്തിൽ എത്ര കുറവുണ്ട്? ഒന്ന് നോക്കിക്കോട്ടെ. ഓ 10 രൂപയ്ക്ക് വെച്ച് ചായ കുടിച്ചു. ബാക്കി 2,99,930 രൂപയുടെ കുറവുണ്ട്. ഉണ്ടാവോ തരാൻ? അല്ല, അങ്ങോട്ട് തരാനുള്ള വാടകളോടെ എല്ലാം കൂടി ചേർത്ത് തരാം. സഹായിക്കാനായിട്ട് ആരുമില്ല. സ്വന്തം എന്ന് പറയാനായിട്ട് അച്ഛനും ഇല്ല അമ്മയും. ആകെയുള്ള സമ്പാദ്യം ഈ പാട്ട സൈക്കിൾ മാത്രം. പാട്ടന്റെ അപ്പൻ. നിങ്ങൾ കാണുന്നില്ല എന്റെ പ്രശ്നം. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ എന്റെ അച്ഛന്റെ മോഹം കണ്ടോ? എന്താ ഗെറ്റപ്പ്, എന്താ പ്രൗഢി. കണ്ടാൽ ഒരു ജന്മിയാണെന്ന് തോന്നുന്നു. അതേടോ, അതൊരു സത്യ. നിന്റെ അച്ഛൻ ഒരു ജന്മിയായിരുന്നു എന്റെ അമ്മ പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ട്. തൊട്ടടുത്ത ഗ്രാമവുമായുള്ള ശത്രുതയിൽ പടവെട്ടി മരിച്ച കഥയും പറഞ്ഞിരുന്നു. അമ്മ എപ്പോഴെങ്കിലും ഞങ്ങളുടെ നാട് എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിരുന്നു. പക്ഷെ നിന്നോട് ഒരിക്കലും പറയരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ആ ഗ്രാമത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ നിന്റെ അമ്മയുടെ മുഖത്ത് ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ നീ ഇപ്പൊ 3 ലക്ഷം രൂപയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ പറയാതിരിക്കാനും പറ്റുന്നില്ല. ഇത് നിന്റെ അമ്മ എന്നെ ഏൽപ്പിച്ചതാ. എന്താ ഇത്? നീ ജനിച്ചപ്പോ നിന്റെ അച്ഛൻ നിന്റെ പേരിൽ അവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ ഡെപ്പോസിറ്റ് ചെയ്ത പണത്തിന്റെ പേപ്പറാ. 3 ലക്ഷം. അന്ന് 3 ലക്ഷം എന്ന് പറഞ്ഞാല് വലിയ തുകയാ. എന്നിപ്പോ ഇത് എത്രയായിട്ടുണ്ടാവും? അതിന്റെ കണക്കൊന്നും എനിക്കറിയില്ല. നീ പ്രായപൂർത്തിയാവുമ്പോ 10-30 ലക്ഷം രൂപ കിട്ടുന്ന എന്തോ പദ്ധതിയാണെന്ന എന്നോട് പറഞ്ഞു. നീ എന്താ ആലോചിക്കുന്നത്? 30 ലക്ഷം. യേശുമാമ, ആ 3 ലക്ഷത്തിന് ഒരു ഓട്ടോ, ഉം. ബാക്കി 27 ലക്ഷത്തിന് വാട്ടർ ഫ്രണ്ടേജ് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലാറ്റ് കിട്ടും. ഓടെ അടിപൊളിയായിട്ട്. നീ ആ പോസ്റ്റ് ഓഫീസ് അവിടെ ഉണ്ടോന്ന് പോയി നോക്ക്. അല്ല, ആ ഈ നാട് എവിടെയെന്ന് പറഞ്ഞില്ല. കുറച്ച് തെക്കാ. രാവണപുരത്തിനപ്പുറം രാമപുരം. അച്ഛാ, അരമണിക്കൂറിനുള്ളിൽ അവരെത്തുമെന്ന്. വരട്ടെ. അവർ നമ്മുടെ ആതിഥ്യ മര്യാദയിൽ അത്ഭുതപ്പെടണം. അവരവരുടെ നാട്ടിൽ നമ്മളെ കുറിച്ച് ആടിപ്പുകഴ്ത്തണം. മനസ്സിലായോ? அன்னபூர்ணேஸ்வரி காத்துக்கொள்ளனே. இவர் இங்க வந்த வாட்டி தான் நல்லா இருக்கும். നരസിംഹ, അതിഥികളുടെ തൃപ്തിയാണ് അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹം. അത് മറക്കണ്ട. ഞാൻ അമ്പലത്തിലേക്ക് ഇറങ്ങാം. പൂജ മുടക്കാൻ പറ്റില്ല. സർ, ഇവിടെ നിന്നാണ് രാവണപുരം തുടങ്ങുന്നത്. ഏകദേശം 5000 ഏക്കർ ഭൂമിയാണ് ഈ രാവണപുരം. ബ്യൂട്ടിഫുൾ വില്ലേജ്. നോ സർ, கசன் கார். ഫൂൾസ് വില്ലേജ്. വിട്ടികളായതുകൊണ്ടല്ലേ സാറിന്റെ കോർപ്പറേറ്റ് കമ്പനിക്ക് 2000 ഏക്കർ സ്ഥലം ഇവര് തീറെഴുതി തരാന്ന് പറഞ്ഞത്. 10 അടി താഴ്ത്തിയാല് ഇവിടെ മുഴുവൻ പാറയാണെന്നാണ് ഈ മണ്ടന്മാരുടെ വിചാരം. പാറയെല്ലാം ഗ്രാനൈറ്റ് ആണെന്ന് നമുക്കല്ലേ അറിയൂ. പിന്നെ ബാക്കി 3000 ഏക്കർ. അതേ കിഴക്കേക്കോട്ടയിൽ നരസിംഹനെ വളച്ച് ഞാൻ പുഷ്പം പോലെ മേടിച്ചു തരും. പോരെ? അയാളാണല്ലോ ഈ മണ്ടന്മാരുടെ മരമണ്ടൻ രാജാവ്. സർ, ഇത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറഞ്ഞ നരസിംഹന്റെ പേരിൽ 100-ലേറെ ക്രിമിനൽ കേസുകളുണ്ട്. പോലീസും നിയമം അയാളെ ഭയപ്പെടുന്നു. ഒന്ന് പോവാൻ പറയേ. ഞാനേ ബോംബെ വിറപ്പിച്ചിരുന്ന എത്ര കൊലകൊമ്പന്മാരെ ഡീൽ ചെയ്തിട്ടുള്ള ആളാന്നറിയോ? പിന്നെയാണ് ഈ പട്ടിക്കാട്ടിലെ നരച്ചിമ്മ.